ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 35. എൻ കഷ്ടതയ്ക്കരിയ പൊൻകട്ട നൽപ്പളനിടങ്ക പ്രതാരിജ തുകൂലാംഗസ്ഥലം ബഹുലതംഗസ്ഥലം ഹൃദയ പങ്കഷദത്തിനരിവാൾ എങ്കൽ സ്ഫുരിക്ക അമലതങ്ക കടിപ്പടകളംഗപ്രദം പശുപതിക്കംഗത്തിൽ വയ്ക്കും അകളംഗപ്രധാനമണി ശങ്കത്രുമത്തിനുദേവം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 35 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. എന്റെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കി തീർക്കുന്ന തരത്തിലുള്ള പൊൻകട്ടയാണ്. ശ്രേഷ്ഠമായ പളനിയിൽ വസിക്കുന്നവനും ശിവന്റെ പുത്രനുമായ സുബ്രഹ്മണ്യന്റെ പട്ടുവസ്ത്രങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന അംഗപ്രദേശം. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടും ആ പ്രദേശം അലങ്കൃതമായിരിക്കുന്നു. ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുന്നതിനുപകരിക്കുന്ന അരിവാൾ കൂടിയാണത്. അമലവും തങ്കത്തിന്റെ ശോഭയുള്ളതുമായ ആ കടിപ്രദേശം എന്റെ ഉള്ളിൽ തെളിഞ്ഞു കാണുമാറാകണമേ. എതിരിടാൻ വരുന്ന പടയ്ക്ക് നാശമുണ്ടാക്കുന്നവനും അതേസമയം ശിവൻ മടിയിൽ എടുത്തു വെച്ച് ഓമനിക്കാറുള്ളതുമാണ്. ഒരു കളങ്കവും ഏശിയിട്ടില്ലാത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രത്നം തന്നെയായ സുബ്രഹ്മണ്യൻ, സംശയങ്ങളാകുന്ന കാടിന് ആ സുബ്രഹ്മണ്യൻ കാട്ടുതീയാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.